Hi students, in the foreign trade under the colonial rule, the condition of foreign trade. Foreign trade എന്താണെന്ന് നിങ്ങൾക്കറിയാം. The trade with other countries. നമുക്കറിയാം ഇന്റേണൽ ട്രേഡ് ഉണ്ട്, അതുപോലെ തന്നെ ഫോറിൻ ട്രേഡ് ഉണ്ട്. രാജ്യത്തിനകത്ത് കച്ചവടം നടക്കുകയാണെങ്കിൽ അത് ഇന്റേണൽ ട്രേഡ്, ഡൊമസ്റ്റിക് ട്രേഡ് എന്നൊക്കെ പറയും. വിദേശ രാജ്യങ്ങളായിട്ടാണ് കച്ചവടം നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഫോറിൻ ട്രേഡ് എന്ന് പറയും. ട്രേഡ് എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങലുകളാണ്. ബൈങ് ആൻഡ് സെല്ലിങ്, ട്രേഡ്, സാധനങ്ങൾ കൊടുക്കുന്നു, സാധനങ്ങൾ വാങ്ങുന്നു, അതാണ് ട്രേഡ് എന്ന് പറയും. നമുക്കറിയാം ഈ ഇന്റർനാഷണൽ ട്രേഡ് അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ അവിടെ കയറ്റുമതികളും ഇറക്കുമതികളൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ബ്രിട്ടീഷ് ഭരണ സമയത്തുള്ള ഫോറിൻ ട്രേഡിന്റെ അവസ്ഥ, ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിന്റെ അവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ബ്രിട്ടീഷ് ഭരണം കൊണ്ട് ഇന്ത്യയിലെ ഫോറിൻ ട്രേഡും ശരിക്കും മാറിപ്പോയി. The structure and composition and volume of trade changed after the British rule. The composition. ഇപ്പം ഇന്ത്യയുടെ ട്രേഡിന്റെ മൊത്തം രീതികൾ മാറി എന്നുള്ളതാണ്. ഇന്ത്യ became an exporter of primary products and importer of finished goods. ഇന്ത്യ അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായി മാറി. എന്തൊക്കെയാണ് അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്തത്? കോട്ടൺ ഉണ്ട്, ജൂട്ട് ഉണ്ട്, ഷുഗർ ഉണ്ട്, സിൽക്ക്, വൂള്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായും നിർമ്മിത വസ്തുക്കൾ, കോട്ടൺ വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ വൂളൻ വസ്ത്രങ്ങൾ, കോട്ടൺ, സിൽക്ക്, ഈ വസ്ത്രങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമായി, അതുപോലെ തന്നെ മെഷീൻസ്, ക്യാപിറ്റൽ ഗുഡ്സ്, യന്ത്രങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമായി മാറി ഇന്ത്യ. ഇതാണ് പ്രധാനപ്പെട്ട മാറ്റം. ഇന്ത്യ ഒരു റോ മെറ്റീരിയൽസ് കയറ്റുമതി ചെയ്യുകയും നിർമ്മിത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമായി മാറി എന്നുള്ളതാണ് ബ്രിട്ടീഷ് ഭരണ സമയത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. അതുപോലെ തന്നെ ഇന്ത്യയുടെ വ്യാപാരം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതലും ഇന്ത്യയുടെ വ്യാപാരം പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ കൺട്രോളായിരുന്നു. ഏകദേശം പകുതി, മൊത്തം വ്യാപാരത്തിന്റെ പകുതിയും ബ്രിട്ടീഷുകാരുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ടോട്ടൽ വേൾഡിന്റെ പകുതിയും ബ്രിട്ടീഷുകാരായിട്ടുള്ളായിരുന്നു, അല്ലെങ്കിൽ ബ്രിട്ടനുമായിട്ടായിരുന്നു കച്ചവടം ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളായിട്ട് കച്ചവടം ഉണ്ടായിരുന്നു. അപ്പോൾ ഉദാഹരണം ചൈന, സിലോൺ, ശ്രീലങ്ക, പേർഷ്യ, ഇപ്പോൾ ഇറാൻ ആൻഡ് പേർഷ്യ എന്ന് പറയുന്നത്, ഈ രാജ്യങ്ങളൊക്കെ ആയിട്ടുള്ള കച്ചവടം ഉണ്ടായിരുന്നു ശരിക്കും. എന്നാൽ സൂയസ് കനാലിന്റെ ഓപ്പണിങ്, സൂയസ് കനാൽ നിങ്ങൾക്കറിയാം, ഇന്ത്യയിലേക്ക് യൂറോപ്യൻസ് പെട്ടെന്ന് വരാൻ പറ്റുന്നതാണ് ഈ സൂയസ് കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൂയസ് കനാൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇന്ത്യയിൽ നിന്നുള്ള കച്ചവടം, യൂറോപ്യൻസും ഇന്ത്യക്കാരും തമ്മിലുള്ള കച്ചവടം വർദ്ധിക്കുകയുണ്ടായി. പിന്നെ ബ്രിട്ടീഷ് ഭരണ സമയത്തുള്ള ഫോറിൻ ട്രേഡിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്പോർട്ട് സർപ്ലസ്, ലാർജ് എക്സ്പോർട്ട് സർപ്ലസ്, കയറ്റുമതി മിച്ചുണ്ടായിരുന്നു. കയറ്റുമതി കൂടുതലായിരുന്നു. കയറ്റുമതി കൊണ്ട് അതിന്റെ ഗുണം, എക്സ്പോർട്ട് സർപ്ലസ് പറഞ്ഞാൽ കയറ്റുമതി കൂടുതലും ഇറക്കുമതി കുറവെന്നാണ്. കയറ്റുമതി കൂടിയാലാണ് ഒരു രാജ്യത്തിന് മെച്ചമുണ്ടാകുക. എക്സ്പോർട്ട് സർപ്ലസ് ആണ് ഒരു രാജ്യത്തിന് വിദേശ വ്യാപാരത്തിൽ മെച്ചം അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടാവണം. എന്നാൽ ബ്രിട്ടീഷ് ഭരണ സമയത്തുള്ള എക്സ്പോർട്ട് സർപ്ലസ് പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാരാണ് കൈയടക്കിയെന്നുള്ളതാണ്. ഇന്ത്യക്ക് എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടായിരുന്നു. ആ സർപ്ലസ് ബ്രിട്ടീഷുകാർ അങ്ങനെ യുദ്ധങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് വിനിയോഗിച്ചതെന്നുള്ളതാണ് ഒരു പ്രധാന പ്രത്യേകത. അപ്പോൾ ഫോറിൻ ട്രേഡും കംപ്ലീറ്റ്ലി അണ്ടർ ദി കൺട്രോൾ ഓഫ് ദ ബ്രിട്ടീഷേഴ്സ്. അതാണ് വിദേശ വ്യാപാരം ഉണ്ടായിരുന്നു. വിദേശ വ്യാപാരം ഇന്ത്യ ശരിക്കും ഒരു പ്രാചീന കാലത്ത് തന്നെ ഇന്ത്യ ഒരു ട്രേഡിംഗ് നാഷനായിരുന്നു ശരിക്കും. വിദേശ രാജ്യങ്ങളായി കച്ചവടം പണ്ട് കാലത്തെ തന്നെ ഇന്ത്യയിലുണ്ട് ശരിക്കും. അപ്പം ബ്രിട്ടീഷ് ഭരണ സമയത്തുള്ള ഫോറിൻ ട്രേഡ് ബ്രിട്ടീഷുകാർ പൂർണ്ണമായ കൺട്രോളിലായിരുന്നു. കയറ്റുമതി മിച്ചമുണ്ടായിരുന്നു, അത് ബ്രിട്ടീഷുകാരാണ് ഉപയോഗിച്ചത്. ഇന്ത്യയെ കൂടുതൽ യുദ്ധങ്ങൾക്ക് വേണ്ടിയും ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓഫീസ് വർക്ക്, അതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു പ്രധാനമായിട്ടും ഈ എക്സ്പോർട്ട് സർപ്ലസ് ഉപയോഗിച്ചിരുന്നത്. ഇത്രയാണ് നമ്മൾ ഫോറിൻ ട്രേഡ് അണ്ടർ ദ കൊളോണിയൽ റൂൾ. പ്രധാനമായിട്ടും ഇന്ത്യയുടെ കയറ്റുമതി ഇറക്കുമതികളൊക്കെ പറയണം. കയറ്റുമതി റോ മെറ്റീരിയൽസ് ആണ്, പ്രൈമറി പ്രോഡക്ട്സ് ആയി പറയുന്നത്. ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്ന പ്രൈമറി പ്രോഡക്ട്സ്, റോ മെറ്റീരിയൽസിനെ കയറ്റുമതി ചെയ്യുകയും ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറി. ഇതാണ് ഒരു പ്രധാന പ്രത്യേകത. ഓക്കെ, താങ്ക് യു.
ഫോറിൻ ട്രേഡ് അണ്ടർ ദി കൊളോണിയൽ റൂൾ. ഇതിൽ നമുക്ക് സൂയസ് കനാലിൻ്റെ ഓപ്പണിങ്, സൂയസ് കനാൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇന്ത്യയും യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള കച്ചവടം വർദ്ധിച്ചതായി കാണാം. ഈ ചിത്രത്തിൽ നമുക്ക് കാണാം മെഡിറ്ററേനിയൻ കടലിൽ കൂടെ നേരിട്ട് ഇന്ത്യയിലേക്ക് വരാൻ പറ്റുന്നുണ്ട്. അതിനു മുമ്പ് സൂയസ് കനാൽ ഓപ്പൺ ചെയ്ത് 1869 അതിനു മുമ്പ് ഈ ആഫ്രിക്കൻ മുനമ്പ് ചുറ്റിയായിരുന്നു ഇന്ത്യയിലേക്ക് യൂറോപ്യന്മാർ വന്നിരുന്നത്. കുറേ ദൂരമുള്ളതാണ്. നിങ്ങൾക്ക് കാണാം ആ ഒരു ഏരോ മാർക്ക് കാണിച്ചില്ലേ, ആ മെഡിറ്ററേനിയൻ കടലിൽ കൂടെ നമ്മൾ ഇന്ത്യയിലേക്ക് എത്തുമ്പം വളരെ ദൂരം കുറയും. അപ്പം അതുകൊണ്ട് തന്നെ യൂറോപ്യന്മാരുമായിട്ടുള്ള സൂയസ് കനാൽ ഓപ്പൺ ചെയ്തത് യൂറോപ്യം ഇന്ത്യയും തമ്മിലുള്ള കച്ചവടം വർദ്ധിക്കാൻ ഇടയായി എന്നുള്ളൊരു പോയിൻ്റ് ഇവിടെ പറയുന്നുണ്ട്. ഫോറിൻ ട്രേഡായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ആ സമയത്തുള്ള കയറ്റുമതി ഇറക്കുമതിയും പ്രത്യേകം പഠിക്കേണ്ടതാണ്. കയറ്റുമതി പ്രധാനമായും റോ കോട്ടൺ, സിൽക്ക്, വൂൾ, ഷുഗർ, ഇൻഡിഗോ, ജൂട്ട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആ സമയത്തുള്ള കയറ്റുമതി. ഇറക്കുമതി എന്ന് പറയുന്നത് ഫിനിഷ്ഡ് പ്രോഡക്ട്സാണ്. ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എന്ന നിർമ്മിത വസ്തുക്കൾ, കോട്ടൺ വസ്ത്രങ്ങൾ, സിൽക്ക് വസ്ത്രങ്ങൾ, മെഷീൻസ് ഇതൊക്കെയായിരുന്നു ഇറക്കുമതി ചെയ്യുന്നിരുന്നത്. അപ്പം യൂറോപ്പുമായുള്ള കച്ചവടം നോക്കുകയാണെങ്കിൽ ഇന്ത്യയും ബ്രിട്ടനുമായിട്ടുള്ള കച്ചവടമായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പിന്നെ വേറെ ചൈന, സിലോൺ, പേർഷ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് കച്ചവടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ള കച്ചവടത്തിൻ്റെ പ്രധാന പ്രത്യേകത വെച്ചാൽ എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ലാർജ് എക്സ്പോർട്ട് സർപ്ലസ്, കയറ്റുമതി മിച്ചം. കയറ്റുമതി കൂടുതലും ഇറക്കുമതി കുറവും എന്നുള്ളതാണ് എക്സ്പോർട്ട് സർപ്ലസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ കയറ്റുമതി മിച്ചം ബ്രിട്ടീഷുകാരുടെ പോക്കറ്റിലേക്കാണ് പോയത് എന്നുള്ളതാണ്. അവർ ഇന്ത്യയിലെ യുദ്ധങ്ങൾക്ക് വേണ്ടിയും ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ടുമായി ആണ് ഈ ഒരു കയറ്റുമതി മിച്ചം ഉപയോഗിച്ചിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഓപ്പണിംഗ് ഓഫ് സൂയസ് കനാൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചിത്രം ഞാൻ കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു.